അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്ന ലിറ്റിൽ ജംഗിളിലാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ ഫ്രൈഡേ ആണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടോ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്ന് അകത്ത് കയറി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പം തന്നെ ഒരു വാട്ടർഫോൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് മെക്കാവിനെ എത്തിയിട്ടുണ്ട്. രണ്ട് മെക്കാവ്, ഒന്ന് റെഡും ഒന്ന് ബ്ലൂ വിത്ത് മറ്റേ ഗോൾഡൻ കളറുള്ള. പോയിട്ട് കാട്ടുപോത്തിനൊക്കെ പിടിക്കുന്നുണ്ട്. കാട്ടുപോത്തിനൊക്കെ പിടിച്ചാണ് ഭൂമിയൊക്കെ കൊടുക്കുന്നത്. ജയൻ്റെ മോനാണ് കേട്ടോ. ജയൻ്റെ അടുത്ത ഒരാളായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണല്ലോ നല്ല രസമുണ്ട്. അതുപോലെ മറ്റേ ചാടിയിട്ടൊക്കെ ഉണ്ട്. പണ്ട് രാജാക്കന്മാരെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളകത്തോട്ടുണ്ടോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം കേട്ടോ. ഇവിടെ വേണ്ട വേറെ ഫാമിലി വന്നിട്ട് പിള്ളേരെ സ്ത്രീകളും മണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ പാസിംഗ് ഒക്കെ ചെയ്ത് മീൻസ് കാർഡൊക്കെ കൊടുത്ത് നമ്മൾ ഇൻസൈഡ് കയറിയിട്ട് നമ്മൾ അതുവഴി നടന്ന് വെള്ളോട്ട് വന്നു. ഇനിയിപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം ഇവിടെ എന്തായാലും നല്ലതായിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഓൾറെഡി കുവൈറ്റിൻ്റെ സൂ ഉണ്ടായിരുന്നു, അത് ക്ലോസ്ഡ് ആണ്. അത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പം നമ്മൾ ഇവിടെ ലിറ്റിൽ ഞങ്ങൾ കുറേ നാളായിട്ട് വരണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് വരാൻ എന്താ പറയുക സമയം കിട്ടിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരണമെന്ന് വിചാരിച്ചാണ്. അപ്പം വരാൻ പറ്റിയില്ല. എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ ഈ വെള്ളിയാഴ്ച നമ്മൾ ഇറങ്ങി, പനിയായിട്ടും നമ്മൾ ഇറങ്ങി പിള്ളേരെയും കൊണ്ട്. അപ്പം നമുക്കിവിടെ കുറച്ച് താറാവിനെയും കുറച്ച് കല്ലുമൂട്ടി തിലോപ്പിനെയും ഒക്കെ കാണാം. അപ്പോൾ അടുത്ത് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ കുട്ടനാടിൽ പ്രത്യേകം കണ്ടുവന്നുകൊണ്ടിരുന്ന ചാരത്താറാവാണ്. ഇത് ഇവിടെ വന്നപ്പം കളർ മാറിയതാണ്. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ 5 കടി കൊടുത്തു കഴിഞ്ഞാൽ താറാവിനെ കിട്ടും കറി വെക്കാനൊക്കെ ആയിട്ട്. ഓരോരുത്തർ പിടിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പോൾ 1 2 3 4 5 6 7 8 9 10 താറാവേ ഉള്ളൂ. പിന്നെ മറ്റേ വിഗോവ താറാവുണ്ട് കേട്ടോ. നമ്മുടെ നെർണത്ത് ഒരു ഡക്ക് ഫാം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ടുള്ള ഒരു ഡക്ക് ഫാമാണ്. അപ്പോൾ അവിടെ കണ്ടുവന്നുകൊണ്ടിരുന്ന വിഗോവ താറാവ്, നമ്മുടെ വിയറ്റ്നാം താറാവെന്ന് പറയാൻ ഉണ്ട്. അത് 2 എണ്ണം ഇവിടെ കിടപ്പുണ്ട്, അല്ല 3 എണ്ണം ഉണ്ട് കേട്ടോ. അത് അവർ വിൽക്കാൻ ഇട്ടേക്കുന്നതാണ്. അത് ഇപ്പം മുട്ട ഇടാത്തതുകൊണ്ട് വേണ്ടുന്നവർക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. 5 കടി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് പക്ഷേ മീനൊന്നും കാണുന്നില്ല. ഇത് ചൂണ്ടയിട്ട് നോക്കണം, നമുക്ക് നോക്കാം ഏതായാലും ചൂണ്ടയിട്ട്. ഗൈസ് ഇവിടുത്തെ ചൂട് കാരണമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ വെള്ളമൊക്കെ പറ്റി കേട്ടോ. താറാവ് അതിനും കുളിച്ച് അത് കുടിച്ച് പറ്റിച്ചാണോന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് വേണേൽ കാണാം. അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം അങ്ങ് പറ്റി കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നും, ചുമ്മാ കോമഡിക്ക് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഇവിടെ കയറുന്നതിന് നമ്മൾ പാസ് വെക്കണം. അത് പോരാനായിട്ട് ഇവിടെ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യാം. പക്ഷേ നമ്മൾ ഒരു അഡീഷണൽ ഒരു തുണിയും കൂടെ എടുത്തിട്ട് വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ ചെരുപ്പൊക്കെ ഇട്ട് കയറി മൊത്തം അലമ്പാക്കുന്നതാണ്. അപ്പോൾ അഡീഷണൽ തുണിയും കൂടെ എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറിയിട്ടൊക്കെ പോകാം. പിന്നെ ഇവിടെ പ്രത്യേക കൗണ്ടറുണ്ട്. കൗണ്ടറിൽ നമുക്ക് അവിടെ ഫീസ് അടയ്ക്കണം കയറണമെന്നുണ്ടെങ്കിൽ. അന്നേരം നമുക്ക് അതിൻ്റെ അകത്ത് കയറ്റത്തുള്ളത്. എനിവേ എന്തായാലും നല്ലതാണ്. സെറ്റപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വെൽ അറേഞ്ച്ഡായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പണ്ട് കുവൈറ്റിലെ മുക്കന്മാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വള്ളം, ഇവിടെ ഒരു കപ്പൽ, അത് തന്നെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അത് നെയ്ത് വെക്കാൻ വേണ്ടി കയറ്റി വെച്ചേക്കുന്നത്. ഇപ്പോൾ 2 ദിവസം കൂടെ കഴിയുമ്പോൾ അത് നെയ്ത് വെച്ചാൽ ഇറക്കും അത് കടലിലോട്ട്. ഇപ്പോൾ നമ്മൾ ഒട്ടകത്തെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒട്ടകത്തെ കാണാൻ വേണ്ടി ഇപ്പോൾ ഒട്ടകത്തെ തൊടാൻ പറ്റും. അപ്പോൾ ഒട്ടകത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. പിന്നെ റൈഡുണ്ട് കേട്ടോ. റൈഡിന് പ്രത്യേകം നമ്മൾ ഫീസ് പേ ചെയ്യണം, എന്നാലേ നമ്മൾ റൈഡ് ചെയ്യിപ്പിക്കുകയുള്ളൂ. എനിവേ നമുക്ക് ഒട്ടകത്തെ കാണാം.
അപ്പോൾ ഇവിടെ നേരിട്ട് ഒട്ടകത്തെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണ് ഒട്ടകത്തെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അങ്ങനെയുള്ള പല കലാപരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൂസ് പോയി തൊട്ടിട്ടുണ്ട് കേട്ടോ. അതെന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അതിങ്ങനെ വന്ന് തലയിട്ട് നിൽക്കുന്നത്. പക്ഷെ ആരും ഒന്നും കൊടുക്കുന്നില്ല. നമുക്കൊന്ന് പോയി തൊട്ട് നോക്കാം. ഞാനും തൊട്ട് ഗൈസ്. എൻ്റെ അപ്പൂസ് തൊടാൻ പോകുന്നുണ്ട്. അപ്പൂസ് തൊടാ, അപ്പൂസ് തൊടാ. അപ്പൂസ് തൊട്ടു. ഇവിടെ 2 പശുക്കിടാവിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, പല കലാപരിപാടികളും നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിട്ടുള്ളൊരു സാധനമുണ്ട്, കഴുത. അവിടെ കടിക്കും കേട്ടോ അത്. അപ്പോൾ കഴുതനെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. ഇത് പോണിയാണ്. അവിടെ പോണിക്കുതിരയാടാ. അല്ല, ഇത് ഡോങ്കി കേട്ടോ. ഇത് ഡോങ്കിയാണ്. ഇത് ഇത്രയും വലിയൊരു ഡോങ്കി. അവിടെ പോണിയുണ്ട്, പോണിക്കുതിരയുണ്ട്. പക്ഷെ അത് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടൊക്കെ ഞാൻ തോന്നുന്നു, ഇനി പിള്ളേർക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിനെ റൈഡ് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷെ ക്യാമലിനെ ഇവിടെ റൈഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. കഴുത നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഒന്നാന്നുള്ള രീതിയിലാണ് ആസാമ എന്ന് നോക്കുന്നത്. ഈ സുഖം ആസാമ ഇതിനെയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്കെല്ലാം ഇതിനെടുത്ത് കൈ പിടിക്കും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പർ. അപ്പൂസ് ഇപ്പൂസും ദാന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൂൻ്റെ കൊടുക്കടാ, ഇപ്പൂൻ്റെ കൊടുക്കും. അടിപൊളി. നല്ല രസമുണ്ടല്ലോ, നല്ല ക്യൂട്ട് സാധനം കേട്ടോ. കൊടുത്തേ. മിക്കവാറും ആസാമ ഇതിനെ കൊണ്ട് അടിച്ചോണ്ട് വരുമെന്ന് തോന്നുന്നു കേട്ടോ. ആസാമേ അതിനെ എടുത്തിട്ട് എന്താ തോന്നുന്നു? നമുക്ക് ഒന്നത്തെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നില്ലേ? ഒരു പോയല്ലേ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ലേ അപ്പോളെ ആസാമ മിക്കവാറും ഒന്നത്തെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ വേണ്ട സൂപ്പർ പുളി ആട്ടുംകുഞ്ഞ്, ആടിൻ്റെ കുഞ്ഞ്. അതിനെ എടുത്ത് ഇതുപോലെ പിള്ളേരെ കൈ കൊടുക്കും, അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നുള്ളത് മനസ്സിലായില്ലേ? പിള്ളേർക്കാണ് ഇവിടെ കൂടുതൽ പ്രിഫറൻസുകൾ കൊടുക്കുന്നത്. അപ്പോൾ അവർ ആട്ടുകുഞ്ഞിനെ പിടിച്ച്, ആട്ടുകുഞ്ഞ് പേടിച്ച് കൂടുക കേട്ടോ. എല്ലാവരും കൈ ചെന്നിട്ട് ആട്ടുകുഞ്ഞിനെ പിടിച്ച് പിള്ളേരെ കൈ കൊടുക്കുന്നുണ്ട്. ഇത് മറ്റേ മിനിയേച്ചറാണ് കേട്ടോ. ഇവിടെ കൊമ്പൊക്കെ വന്നിട്ടുണ്ട്, പ്രായമുള്ളതാണ്. അല്ലേ, പപ്പൂസ് അതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കൊടുക്ക, അവരെ കൊടുക്ക്, അത് ചാടുക. അപ്പോൾ ഗൈസ് ഇവിടെ ക്യാമൽ റൈഡിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമലാണ്. അതിനെ ഇപ്പോൾ അതിലും ഇതിലൂടെ കെട്ടിയിട്ടേക്കാണ്. കടിക്കാതിരിക്കാൻ വേണ്ടി മുഖമൊക്കെ ചെയ്ത് വെച്ചേക്കാം. അപ്പൂസ് പോയി തൊടുന്നൊക്കെ കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ വെറൈറ്റി താറാവുകളുണ്ട് കേട്ടോ. കുഞ്ഞൻ താറാവ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അവർ ബോട്ട് തുഴയാൻ വേണ്ടി കിടന്ന് അടുപ്പിക്കാൻ വേണ്ടി ഭയങ്കര പാടുപെടുന്നുണ്ട് അവർ. ഇതുണ്ട്, നല്ല സൂപ്പർ സാധനം കേട്ടോ. ഇത് രസമുണ്ട്, നല്ല ഭംഗി. ഇവിടെ കുറേ ഉണ്ട്. പിന്നെ അവിടെ ജ്യൂസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ട് റൈഡിനൊക്കെ 2KD ആണ് കേട്ടോ. ഇപ്പോൾ ഗൈസ് വേണ്ടി ഇവിടെ നല്ല അടിപൊളി ബ്ലാക്ക് സ്വാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ടൈം പാസ് ആവും, പല കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ബോട്ട് റൈഡൊക്കെ ഉണ്ട്, 2KD ആണ് ബോട്ട് റൈഡ്. അതേപോലെ ക്യാമൽ റൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2KD. നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ വേണ്ട വൈറ്റ് സ്വാന്, തൊപ്പിത്താറാവ് വേണ്ട. അപ്പൂസ തൊപ്പിത്താറാവൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ ഓടി നടന്ന് ഓരോ പരിപാടികളാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ട്രെയിൻ പാളത്തെ കൂടാണ് നടന്നു പോകുന്നത് കേട്ടോ.
ചുമ്മാ പറഞ്ഞാണ്. ഇവിടെ എന്തോ ഒരു സംഭവം ഇവർ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. ഇവിടെ എന്തോ നോക്കാം നമുക്ക് ജസ്റ്റ്. ഇവിടെ എന്തോ സ്റ്റേഡിയം പോലെ എന്തോ സംഭവം, പക്ഷെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് സ്വാനൊക്കെ, ബ്ലാക്ക് സ്വാൻ അവർ കാര്യമായിട്ട് എന്തോ വെള്ളത്തിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു രസമുണ്ട്. എന്നാലും ഇവിടെ ഒരു 4 1 2 3 4 ബ്ലാക്ക് സ്വാൻ. നമുക്കിനി അടുത്ത കാഴ്ചയിലേക്ക് പോകാം കേട്ടോ. ഈ ആഴ്ച ഞങ്ങൾ നോക്കിയപ്പോൾ 3 തൊട്ട് 8 വരെയായിരുന്നു ഇവിടുത്തെ ടൈമിങ്സ്. പക്ഷേ ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാറ്റർഡേ സൺഡേ ആ ദിവസങ്ങളിലൊക്കെ 3 തൊട്ട് വൈകിട്ട് 3 തൊട്ട് 8 മണി വരെ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് വരാൻ താല്പര്യമുള്ളവർ വന്ന് വരിക. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ബുക്കിംഗ് ഒന്നുമില്ല. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക, അത് കയറുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ വന്നപ്പോൾ നമ്മളൊരു അതിഥിയെ കണ്ടു കേട്ടോ. അതിഥി നമ്മുടെ വാവാ സുരേഷ് പറയുന്ന പോലെ ഒരു അതിഥി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ്ടോ ഗൈസ്, പോർക്കുപൈൻ എന്ന് പറയുന്ന, നമ്മുടെ മലയാളത്തിൽ മുള്ളംപന്നി എന്ന് പറയുന്ന, പിന്നെ കമ്പ് തെറിപ്പിക്കൽ മറ്റേ ഒളിയമ്പ് ചെയ്യുന്ന എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു അതിഥി. പുള്ളിക്കാരൻ കടന്ന് 2 പേരും കടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അവർ അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുവാണ്. 2 പേരുണ്ട് കേട്ടോ. 2 പേരും അവിടെ കിടന്ന് ഉറങ്ങുന്നു. അപ്പം നമുക്കിനി അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത അതിഥികളെ കാണാൻ വേണ്ടി നമുക്ക് പോകാം. നമ്മളിവിടെ ഒരു അകത്തോട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഇതിലേക്കാണ്. ഇതെന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. ഒരു ചെറിയ ഫോണ്, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കഴിച്ച്. എനിക്കൊന്നും ഇതിൻ്റെ അകത്ത് ആമയുണ്ടെന്ന് തോന്നുന്നു. അവിടെ പക്ഷേ മണ്ണൊക്കെ ചെടികളാക്കിയിട്ടേക്കുന്നത് ഒന്നും കാണുന്നില്ല കേട്ടോ. അതിനെ നമുക്ക് അടുത്ത ആളെ കാണാം. ഇതിൻ്റെ അകത്ത് എന്തുണ്ട് എന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല. കൂടിൻ്റെ അകത്ത് ഉണ്ട് സാധനം, എന്തുവാണെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് എഴുതിയും വെച്ചിട്ടില്ല. ഇവിടുത്തെ ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന 2 കൊക്കറ്റ്, 1 2 3 4 5 കൊക്കറ്റേനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 5 കൊക്കറ്റേനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മളിവിടെ വന്നപ്പോൾ വേറൊന്നത്തെ കണ്ട്. അതെൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സൺകൊണൂറുണ്ട്, ലോറിയുണ്ട്, പിന്നെ ഒരു ആമസോൺ ഉണ്ട് കേട്ടോ. ആമസോൺ പ്രോഡക്റ്റ്. ഇങ്ങനെ 3 എണ്ണം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ലോറി സൈക്കിൾ. ഇവിടെ നമ്മുടെ ഒരു ഇവിടെ കുക്കറുണ്ട്, ഗ്രീൻ പാരറ്റ് ഉണ്ട്, മറ്റേ പിന്നെ ഒരു വൈറ്റും ഉണ്ട്. അതും ഒരു കുക്കറാണ് കേട്ടോ, റൈസ് കുക്കർ. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന മുത്തിനെ പോലെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ പാരക്കിച്ച്. അപ്പോൾ നമ്മൾ അടുത്ത ആളെ അതിഥിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ഒറ്റ കേട്ടോ, പാവം ഒറ്റയ്ക്കിരിക്കുക. ചടക്കൊന്നുമില്ലായിരിക്കും കേട്ടോ. നമുക്ക് അടുത്ത ആളെ കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിയുമ്പം ഇവിടെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടോ അപ്പു? ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഗൈസ്. ഇവിടെയും ഇല്ല. ദിസ് ഓൾസോ എംറ്റി. ഇത് എംറ്റി ആണ്. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവാം. ഇത് കണ്ടോ? ഇത് ഞാൻ വിചാരിച്ചത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ഡോൾ ഇരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. സെറ്റപ്പ് സാധനം. ഇതിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നല്ല രസമുണ്ട്, അടിപൊളി. ഇവിടെ ഫിഞ്ചസ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഫിഞ്ചസിനെല്ലാം ഓപ്പൺ ചെയ്ത് വിട്ടേക്കാണ്.
നമ്മുടെ മണ്ടയ്ക്കൊക്കെ ഇരിപ്പുണ്ട്, നല്ല കളർഫുൾ ഫിഞ്ചസ്, അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. അതിൻ്റെ കൂടെ ഇരിപ്പുണ്ട് ലവ് ബേഡ്സ്, അതിൻ്റെ ഫിഞ്ചസൊക്കെ കത്തയിരിക്കുന്നുണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ചെറിയ ആ മരത്തിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇവിടെ ഒക്കെ നെറ്റ് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ചുറ്റുമൊന്നുമില്ല. ഞങ്ങളൊക്കെ പറന്ന് ഇവിടെ നടപ്പുണ്ടല്ലോ. എന്ത് സത്ത എന്ത്? ആ അതേണ്ട് റിംഗ് നെക്ക്, റിംഗ് നെക്ക് പാരറ്റ്. പിന്നെ ഒരു ഗ്രേ പാരറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു പ്രാവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആ ഒരു പ്രാവുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ വാവാ സുരേഷിൻ്റെ ഒരു അതിഥിയുണ്ട് കേട്ടോ. കാണാണ്ടോ കിടക്കുന്നുണ്ടോ ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ചേനത്തണ്ടൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വൈപ്പർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഗൈസ്, അത് പെരുമ്പാമ്പാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 അതിഥികളുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 കാക്കകൾ കിടക്കുന്നത്. പക്ഷെ അതിൻ്റെ പെടലിയുടെ അവിടെയൊക്കെ വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് എവിടുന്ന് കൊണ്ടുവന്നാണെന്ന് അറിയത്തില്ല. അതിൽ 2 കാക്കകൾ പാവങ്ങൾ പേടിച്ചിരിക്കുക കേട്ടോ. പുറത്തെങ്ങനെ ഇറങ്ങാമെന്നുള്ള, പുറത്ത് അമ്മമാർ എങ്ങനെ ഇറങ്ങാമെന്നുള്ള ഒരു ഇതിലാണ് അമ്മമാർ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേണ്ട 1, 2, 3, 4 കിളികളുണ്ട്. ഇതെന്താണെന്ന് അറിയത്തില്ല, എൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിനി അടുത്ത ആൾക്കാരിലേക്ക് അടുത്ത അതിഥികളെ കാണാൻ വേണ്ടി പോകാം. അപ്പം ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അടുത്തത് ഇനി അതേണ്ടിരിക്കുന്നു. ഇത് ഇഗ്വാനല്ലേ, ഇത് ചമലിയോണാണ്. അതിൻ്റെ വാല് ചൂണ്ടിരിക്കുന്നുണ്ട്, ചമലിയോൺ. അത് ആ വാല പിടിച്ച് തൂങ്ങി ഇങ്ങനെ നടന്നു. അതാണ്ട് ആണ്ട് പോകുന്നത്. ഇത് ഇഗ്വാനാണ്, അല്ല എന്താ നടന്ന് പോകുന്ന പോക്കുണ്ടോ? പെരുക്ക് 2 കണ്ടുള്ളൂ. ഇനി താഴെ എവിടെയെങ്കിലും ഇപ്പോൾ ഉണ്ടോ എന്നറിയത്തില്ല. അവിടെ മണ്ടക്കോട്ട് ഉണ്ടാക്കി അമ്പലക്കൂടെ കയറും. ഇതുണ്ട ഈ ആസാനുണ്ട്, എൻ്റെ വാല് ചുരുട്ടി ഇങ്ങനത്തെ കണ്ടോ. കണ്ണ് മൂവാണുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കണ്ണ് 360 ഡിഗ്രിയിൽ ഇന്ന് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിക്കാൻ പറ്റും. അതിന് എല്ലാ സൈഡും കാണാൻ പറ്റും. ഓരോ കണ്ണും അങ്ങനെ മാറ്റാൻ പറ്റും. 2 ഒന്നിച്ചല്ല മൂവാണ്. 2 കണ്ണും 2 സൈഡിലോട്ട് മാറ്റാൻ പറ്റും. ഗൈസ് നമ്മുടെ ഒരു തത്ത. അയ്യോ ആശാമാർ വേണ്ട കടിപിടി ഉണ്ടാക്കുന്നു ഗൈസ്, കടിപിടി ഉണ്ടാക്കുന്നു. ഇത് മങ്കൂസല്ലേ? മങ്കൂസ്. ആ മങ്കൂസാ കൊടുക്കടാ, അത് കൊടുക്ക്. ആ കൊടുക്ക്. ആ തിന്നാൻ വേണ്ടി പിടിക്കുക. അത് മങ്കൂസാണ് ഗൈസ്. 2 കടി ഉണ്ടാക്കുന്നുണ്ട്. 2 പേർക്കും കൊടുക്കുക. ഞാൻ ഓർമ്മ ഞാടാ മങ്കൂസ്. ഉണ്ട് വേറെ എണ്ണം ഉണ്ട് കേട്ടോ. 2 എണ്ണന്മാരുണ്ട്. 1, 2, 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണോ? ഇതിനകത്ത് ആരുണ്ടോ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് പക്ഷേ ആരോ ഉണ്ട്, ആരൊക്കെയോ ഉണ്ട്. നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ആരും കാണുന്നില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് ആളുണ്ട്. പക്ഷെ എവിടെയോ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം. ഇവരെന്നേക്കാളും മുന്നേ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് പെർസെൻറ്റ് അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അകത്ത് ചെറിയൊരു മറ്റേ നമ്മുടെ റുട്ടീനോ കിടപ്പുണ്ട്.
ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ വരണം. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ കുറേ വേറെ കുറേ സംഭവം, ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ, പക്ഷെ നല്ല രസമല്ലേ ഇതിനെ കാണാൻ. മോളിവിടെ അങ്ങ് മോളൊരു സാധനം ഇരിപ്പുണ്ട്. എന്താ അത് ഈ താഴെ ഇരിക്കുന്നത് തന്നെയല്ലേ രണ്ടിത്? ഈ സാധനം തന്നെയല്ലേ അത് കൊണ്ടെങ്കിൽ രണ്ട് വരുന്നടാ. പുല്ല് കൊടുക്കാൻ വേണ്ടി പുല്ല് കൊടുക്കണം. ഇല്ല കൊടുക്കടാ, കൊടുക്കടാ. ഇപ്പോൾ എറിഞ്ഞണ്ട, അതെങ്കിൽ നീട്ടി പിടി, അത് വരും. അത് നീട്ടി പിടി, അത് വരും. അതെന്തോ വേറെ എന്തോ ആണ് പറഞ്ഞിട്ട് കൂടി വന്നു കേട്ടോ. നമുക്ക് വേണ്ട ഇവിടെ കുഞ്ഞ് താറാവ് നോക്കും. കുഞ്ഞ് താറാവുണ്ട്, നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയാട്ടോ എന്നെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബ്ലാക്ക് സോങ് അല്ലാണ്ട് ചെറിയ താറാവുണ്ട് കറിഞ്ഞോണ്ട് വരും. പിന്നെ അവിടെ രണ്ട് ചെറിയ ഇത് നമ്മുടെ ഫ്ലെമിംഗോ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഫ്ലെമിംഗോ അതെ, അതിൻ്റെ അറ്റത്താണ് വേറൊരു സാധനമുണ്ട്, താറാവ് പോലെ, പക്ഷെ അതിൻ്റെ ഫെദറുകൾ കണ്ടോ, നമ്മുടെ ചെമ്മരിയാടിൻ്റെ കൂട്ടൊക്കെ ഉള്ളത് കണ്ടോ. അങ്ങേ അറ്റത്തൊക്കെ അവിടെ നിൽപ്പുണ്ടോ, കാണാൻ നിങ്ങൾക്ക് രസമുണ്ട് കാണാൻ കേട്ടോ, നല്ല. പിന്നെ അതുപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ടേസ്റ്റ് ഓർ ഫീഡ് ദ ആനിമൽസ് എന്നൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ മണ്ടയ്ക്ക് രണ്ട് ആൾക്കാരവിടെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നല്ല രസം. പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പല പല എന്താ പറയുന്നത് കാര്യങ്ങൾ കാണാൻ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണാൻ എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ അവർക്കൊരു റിലാക്സേഷനും ആയിരിക്കും ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കണ്ടു പോകുന്നതൊക്കെ. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അപ്പം ഗൈസ് ഇവിടെ ജിറാഫ്, ചെറിയ ജിറാഫാണ്, പ്രായം കുറഞ്ഞ ജിറാഫാണ്. എല്ലാവർക്കും ഓരോ തീറ്റ കൊടുക്കാൻ പറ്റും. ഇവിടെ മീനുകളുണ്ട് ഗൈസ്, ചിൽച്ചുണ്ടാണ്, അതല്ല തിലോപ്പിയാടാ, റെഡ് തിലോപ്പിയ ഉണ്ട്, തിലോപ്പിയുണ്ട്, കോഴിക്കാർപ്പുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട്. തിലോപ്പികളല്ല, ഇതെല്ലാം തിലോപ്പികളാണ്, റെഡ് തിലോപ്പിയ. ഗൈസ് ഇപ്പൂസ് അങ്ങനെ അതായത് കുതിരയുടെ മണ്ടയ്ക്ക് കയറി പോകുന്നുണ്ട്. ഇല്ല കാണി നിർത്തി വിട്ടിട്ടുണ്ട്. പോയിട്ട് വരട്ടെ, കാണാൻ പോയിട്ട് വരട്ടെ. ഇല്ല ഇപ്പോഴും പോയിട്ടുണ്ട്. ഇനി വീടും ഇല്ലെന്നുള്ള കണ്ടറിയാം പോയിട്ട്. അയ്യോ ഞാൻ പിടിച്ച് ഇതോടെ ഞാൻ ബാധിച്ചു പോകും. ഇപ്പോസിന് ഒരു റൗണ്ട് നടത്തി ഇനി കൊണ്ടുവരും കേട്ടോ. പോയിട്ട് വരട്ടെ. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കുതിരയുടെ പുറത്ത് പോയിട്ട്, പോണി കുതിരയുടെ പുറത്ത് പോയിട്ട്? സൂപ്പറായിരുന്നോ? ഓ അപ്പം ഗൈസ് അപ്പൂസും കയറി പോയിട്ടുണ്ട് കേട്ടോ. പോയിട്ട് വരട്ടെ. ആദ്യം വലിയ കുതിരയെ കയറണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പോയിട്ട്
ഗൈസ് അപ്പൂസ് പോയി വരുന്നുണ്ട്. അപ്പൂസ് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ലിറ്റിൽ ജംഗിളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി. അപ്പോൾ അപ്പൂസ് എങ്ങനെ ഉണ്ടായിരുന്നു ലിറ്റിൽ ജംഗിള്? അടിപൊളിയായിരുന്നോ? അപ്പോൾ അപ്പൂസ് പറയുന്നത് അടിപൊളിയായിരുന്നു പറയുന്നു. ബാക്കിയുള്ളവർക്കും അതേപോലെ തന്നെയാണ്, എല്ലാവരും അടിപൊളിയാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.